അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്ന് അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ ഗസാലി ഇമാം തന്റെ കീമിയ സആദ എന്ന കിതാബിൽ പറയുന്നുണ്ട്. പോയി വന്നപ്പോ ഒരാൾ ചോദിക്കുകയാണ് ആദ്യ വ്യക്തിയോട്, എങ്ങനെയുണ്ട് ആന? അപ്പോ കൊമ്പ് പിടിച്ച അന്ധൻ പറഞ്ഞു, ആന ഒരു വടി പോലെയാണ്. എന്നാൽ കാല് തൊട്ട അന്ധൻ പറഞ്ഞു, ആന ഒരു തൂണ് പോലെയാണ്. എന്നാൽ ആനയുടെ ചെവി തൊട്ട അന്ധൻ പറഞ്ഞു, ആന കമ്പിളി പുതപ്പ് പോലെയാണ്. ഇത് ഗസാലി ഇമാം പറയുന്നുണ്ട്. ഇതുപോലെയാണ് പല സംഭവങ്ങളും. ദീനിനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് പഠിക്കുന്ന ആളുകൾ അവര് ദീനിന്റെ ഓരോ വിഷയങ്ങളൊക്കെ പറയും, അത് ദീനിൽപ്പെട്ടതാണ്. പക്ഷെ ആ ദീനിനെ മുഴുവനും അറിയാതെ അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. വഹിയിൽ കൂടി, റസൂലുള്ളാഹി തങ്ങളിൽ കൂടി, മഹാന്മാരിൽ കൂടി കിട്ടിയ ഇൽമ് അത് സനത് മുത്തസിലാവണം. നല്ല രീതിയിൽ നല്ല ആളുകളിൽ നിന്ന്, നല്ല ആലിമീങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ദീനിന്റെ വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഈ അന്ധന്മാര് അവിടെ സ്പർശിച്ച് ഇവിടെ സ്പർശിച്ച് അത് മാത്രമാണ് ആന എന്ന് പറയുന്നത് പോലെയാവരുത് ദീനിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് മഹാന്മാരെ പിൻപറ്റ എന്നുള്ളതാണ് സാധാരണക്കാരായ നമ്മളെ പോലത്തെ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള വഴി. അള്ളാഹ് മനസ്സിലാക്കാൻ വേണ്ടി തൗഫീക്ക് നൽകട്ടെ.